ക്രിസ്മസ് ഈവിന്റെ സന്ധ്യയിൽ ഒരു ചെറിയ കേരള ഗ്രാമം മിണ്ടാതെയായി ഉറങ്ങാൻ ഒരുങ്ങുകയായിരുന്നു. ഓടുമേഞ്ഞ വീടുകളുടെ വരാന്തകളിൽ നക്ഷത്രവിളക്കുകൾ മിനുങ്ങി. തെങ്ങുകൾ കാറ്റിൽ തലോടി. ദൂരെയൊരിടത്ത് പള്ളിമണി മൃദുവായി മുഴങ്ങി. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞിരുന്നു. അവിടെ മഞ്ഞിനല്ല, കായലിന്റെ മുകളിൽ ചുവന്ന സ്ലേഡിൽ ഇരുന്ന് സാന്താക്ലോസ് പറന്നുവന്നു. ഹോ ഹോ ഹോ, ഇതെന്ത് മനോഹരമായ സ്ഥലമാണ്! തെങ്ങുകളും കായലും നെൽവേലുകളും കണ്ടു സാന്ത ചിരിച്ചു. സാന്ത സ്ലേഡ് പതുക്കെ ഒരു നെൽവേലിനരികിൽ ഇറക്കി. നെൽച്ചെടികളിൽ മഞ്ഞുതുള്ളികൾ തിളങ്ങി. മിന്നാമിനുങ്ങുകൾ അവനെ സ്വാഗതം ചെയ്തു. അടുത്ത വാഴത്തോട്ടത്തിന് പിന്നിൽ നിന്ന് ചില കുട്ടികൾ ഒളിഞ്ഞുനോക്കി. അമ്മേ, അത് സാന്ത തന്നെയല്ലേ? അവരുടെ കണ്ണുകൾ അത്ഭുതത്തിൽ നിറഞ്ഞു. സാന്ത ഒരു പരമ്പരാഗത കേരള വീട്ടിലേക്കു നടന്നു. മരവാതിൽ പതുക്കെ തുറന്ന് അകത്ത് കയറി. അകത്ത് ഒരു ചെറിയ പുൽക്കൂടും എണ്ണവിളക്കിന്റെ മഞ്ഞ വെളിച്ചവും. പായയിൽ ഉറങ്ങുന്ന കുട്ടികളുടെ മുഖത്ത് സമാധാനം. സാന്ത സമ്മാനങ്ങൾ വെച്ചു. കളിപ്പാട്ടങ്ങൾക്കൊപ്പം ഒരു താമ്രപാത്രത്തിൽ അച്ചപ്പം, കുഴലപ്പം, കായവറുത്ത്. ഇവിടുത്തെ കുട്ടികൾക്ക് ഇവ ഇഷ്ടമായിരിക്കും, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. പുറത്തിറങ്ങുമ്പോൾ സാന്ത ഒന്നു തിരിഞ്ഞുനിന്നു. ഈ ഗ്രാമത്തിന്റെ ശാന്തതയും സ്നേഹവും അവന്റെ ഹൃദയം നിറച്ചു. പ്രഭാതത്തിൽ ഗ്രാമം ഉണർന്നു. കുട്ടികൾ സമ്മാനങ്ങൾ കണ്ടു കൂകിച്ചിരിച്ചു. വരാന്തകളിൽ അമ്മമാർ പുഞ്ചിരിച്ചു. പള്ളിമണികൾ സന്തോഷത്തോടെ മുഴങ്ങി. അകലെ കായലിന്റെ മുകളിൽ കുട്ടികൾ കൈവീശുമ്പോൾ സാന്താക്ലോസ് വീണ്ടും പറഞ്ഞു, ഹോ ഹോ ഹോ, മേരി ക്രിസ്മസ്.